ദിയ കൃഷിയുടെ വിവാഹത്തിന് ശേഷം കൂടുതൽ പ്രേക്ഷകരും ദിയയുടെ വീഡിയോകൾ കാണുന്നുണ്ട് എന്ന് പറയാം. ദിയയുടെ വിവാഹ വാർത്തയ്ക്ക് ശേഷമാണ് ഇത് സംഭവിച്ചതെന്ന് പറഞ്ഞേ മതിയാകൂ. ഇപ്പോൾ ദിയ ഒരു വീടെടുത്ത് താമസം തുടങ്ങി എന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ദിയ തന്നെയാണ് സ്വന്തം ബ്ലോഗിലൂടെ തന്റെ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞത്. വിവാഹം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ആയിരിക്കും നിൽക്കുക എന്ന് അവർ അറിയിച്ചിരുന്നുവെങ്കിലും സ്വന്തം വീട്ടിലാണ് പലപ്പോഴും ദിയ നിൽക്കാറുള്ളത് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പോലും പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്നും എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റാണ് ഞാൻ റെന്റ് ചെയ്തതെന്നും അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഇന്നൊരു ദിവസം ദിയ തൻ്റെ ഫ്ലാറ്റിനെ കുറിച്ച് പരിചയപ്പെടുത്തി എത്തുകയാണ്. തൻ്റെ ഫ്ലാറ്റ് ഒരു കുട്ടി ഫ്ലാറ്റ് തന്നെയാണ്, വലിയ ആഡംബരമൊന്നുമില്ല. 2 വർഷം കഴിഞ്ഞ് ഞങ്ങളിത് സ്വന്തമായി വീട് വാങ്ങൂ. അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുക. ഇതാണ് ഞങ്ങളുടെ പദ്ധതി. ഇത് നിങ്ങളെയും അറിയിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടും ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഞാനും അശ്വിനും ഇപ്പോൾ താമസിക്കുന്നത് ഇവിടെയാണ് എന്ന് പരിചയപ്പെടുത്തി എത്തുകയാണ് ദിയ. ചെറിയ 2 മുറികൾ, അതോടൊപ്പം ചേർന്ന ചെറിയ ഒരു അടുക്കള, അതുപോലെ ഒരു ഹോളും ഒരു ഡൈനിങ് ഹോളും. TV ഒക്കെ വളരെ ചെറുതാണ്. പൂജാമുറി പോലും വളരെ ചെറുതാണെന്ന് പറയാം. ഒരു തട്ടിൽ ചെറിയ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുകയാണ് ഇവർ. അശ്വിൻ്റെ അമ്മയാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. എന്നും വിളക്ക് കത്തിക്കണമെന്ന് പറയും. സമയമുള്ളപ്പോഴൊക്കെ തന്നെ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ വിളക്ക് കത്തിക്കും. അശ്വിൻ്റെ അമ്മ അത് വിളിക്കുമ്പോൾ ചോദിക്കാറുമുണ്ടെന്ന് ദിയ പറയുന്നുണ്ട്. ചെറിയ വീട് എന്ന് പറഞ്ഞാൽ പോരാ, വളരെയധികം സാധാരണ ഒരു വീടാണ്. അധികം ആഡംബരമൊന്നുമില്ല. എന്നാൽ ആ ചെറിയ വീട്ടിൽ എങ്ങനെയൊക്കെ സന്തോഷമായി ജീവിക്കാമെന്ന് കാണിക്കുകയാണ് ദിയയും അശ്വിനും. 2 പേർക്ക് താമസിക്കാൻ ഈ മുറികൾ ധാരാളമാണ്. തൻ്റെ സ്റ്റോക്കുകളെല്ലാം ഇവിടെ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. ഓഫീസിൽ പോകുന്നതിനെക്കാട്ടിലും ഞാൻ ഇവിടെ ഇരുന്നാണ് കൂടുതലും സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ തൻ്റെ പോസ്റ്റുകളും തൻ്റെ പേജിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് 2 മുറി വേണം. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഇത് വേണം. വലിയൊരു ക്ലോസറ്റ് മുറി പോലെ തന്നെയാണ് തൻ്റെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ദിയ തൻ്റെ വസ്ത്രങ്ങളെല്ലാം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അശ്വിനും ദിയയ്ക്കും ഒരൊറ്റ ഡ്രസ്സിംഗ് റൂമാണുള്ളത്. ആ മുറി മുഴുവൻ തന്നെ ഇവർ വസ്ത്രങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നു. ആഭരണങ്ങളും വസ്ത്രങ്ങളും ചെരുപ്പുകളും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളും എല്ലാം തന്നെ ആ മുറിയാണ്. അങ്ങനെയാണ് ആ വീട്ടിലെ ആ ഫ്ലാറ്റിലെ മുറി ഒരുങ്ങുന്നത്. ഇതിനുശേഷം 2 വർഷത്തിന് ശേഷം സ്വന്തമായൊരു വീട് ഞാൻ വാങ്ങും. അപ്പോൾ കുറച്ചുകൂടി വലുതായി ഞാൻ പണിയും. ഇതാണ് എൻ്റെ പദ്ധതി. ഇപ്പോൾ തന്നെ ഇത് വലുതാണ്. എന്ത് ആഡംബരമൊന്നും ഇല്ലെങ്കിലും വളരെ നന്നായി സൂക്ഷിച്ചിരിക്കുന്നുണ്ടോ, വളരെ നന്നായി ഭംഗിയായി തന്നെ വച്ചിരിക്കുന്നല്ലോ. അതുകൊണ്ട് തന്നെ ദിയയ്ക്ക് കയ്യടികൾ എന്ന് പറയുന്നു. ദിയ നല്ലൊരു ഹൗസ് വൈഫ് കൂടിയാണെന്നും വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ മിടുക്കിയാണെന്നും ഇതിലൂടെ തെളിയിച്ചിരിക്കുമെന്ന് പ്രേക്ഷകർ പറയുന്നു. തീരെ മെച്യൂരിറ്റി ഇല്ലാത്ത കുട്ടിയാണ് എന്ന് എപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ പ്രേക്ഷകരെല്ലാവരും വിളിക്കുന്ന പേരുകൾ തന്നെയാണ് ദിയയെക്കുറിച്ച് ഇപ്പോൾ പറയുന്നത്. പണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ദിയ മെച്യൂരിറ്റി ഇല്ല എന്നും ഇവൾക്ക് കുടുംബം നോക്കാൻ അറിയില്ല എന്നൊക്കെയാണ്. എന്നാൽ കണ്ടോളൂ, നല്ല അസലായി കുടുംബം നോക്കുന്നുണ്ട്. ആദ്യത്തെ വീഡിയോയിലൊക്കെ തന്നെ ദിയയാണ് കാര്യം പറയുന്നതെങ്കിലും പിന്നീട് അശ്വിനാണ് ഇതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയെത്തുന്നത്. എനിക്കൊന്നും അറിയില്ല, എല്ലാം ദിയയാണ് ചെയ്തത് എന്ന് അശ്വിൻ പറയുകയും ചെയ്തു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.